नो जातो जायमानोऽपि च समधिगतत्वन्महिम्नोऽवसानम् देव श्रेयांसि विद्वान् प्रतिमुहुरपि ते नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुतिवचनैरस्य लोकत्रयस्याप्यूर्ध्वं विभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके नो जातो जायमानोऽपि च समधिगतत्वन्महिम्नोऽवसानम् देवश्रेयांसि विद्वन् प्रतिमुहुरपि ते नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुतिवचनैरस्य लोकत्रयस्याप्यूर्ध्वं विभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके സർവശക്തനായ ഈശ്വരമാഹാത്മ്യം, അതായത് ഭഗവാന്റെ മഹാത്മ്യം, മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നു 99-ാം ദശകം. 99-ാം ദശകം 5-ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ ദേവ വിഷ്ണു സംബോധന. ദേവ വിഷ്ണു, അല്ലയോ പ്രകാശസ്വരൂപിയായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു ഗുരുവായൂരപ്പ. ദേവ വിഷ്ണു, അല്ലയോ പ്രകാശസ്വരൂപിയായ വിശ്വം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു ഗുരുവായൂരപ്പ. ജാത ജായമാന അപി എന്ന് പറയുന്ന ശ്ലോകത്തില് ജാത ജായമാന അപി, ഇതുവരെ ജനിച്ചവനും ഇനി ജനിക്കുന്നവനും. ജാത ജായമാന അപി എന്ന് പറയുമ്പോൾ ഇതുവരെ ജനിച്ചവനും ഇനി ജനിക്കുന്നവനും. ജാത ജായമാന അപി, ഇതുവരെ ജനിച്ചവനും ഇനി ജനിക്കുന്നവനും. ഗുരുവായൂരപ്പ, ത്വന്മഹിംന അവസാനം നോ സമധിഗത. ത്വന്മഹിംന അവസാനം നോ സമധിഗത എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ മഹാവിഷ്ണു, അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനം അറിഞ്ഞിട്ടില്ല. ത്വന്മഹിംന അവസാനം നോ സമധിഗത. ഗുരുവായൂരപ്പ, അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദേവ വിഷ്ണു ജാത ജായമാന അപി ത്വന്മഹിംന അവസാനം നോ സമധിഗത എന്ന് പറയുമ്പോൾ അല്ലയോ പ്രകാശസ്വരൂപിയായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു ഗുരുവായൂരപ്പ, ഇതുവരെ ജനിച്ചവനും ഇനി ജനിക്കുന്നവനും അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനം അറിഞ്ഞിട്ടില്ല. ത്വന്മഹിംന അവസാനം നോ സമധിഗത എന്ന് പറയുമ്പോൾ അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനം അറിഞ്ഞിട്ടില്ല. പിന്നെ പറയണു ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു അപി തേ നാമ ശംസാമി. ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു അപി തേ നാമ ശംസാമി. ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു
അപി തേ നാമ ശംസാമി എന്ന് പറയുമ്പോൾ ശ്രേയസ്കരങ്ങളാണ് എന്നറിഞ്ഞ്, ശ്രേയാംസി വിദ്വാൻ എന്ന് പറയുമ്പോൾ ശ്രേയസ്കരങ്ങളാണ് എന്നറിഞ്ഞ്, പ്രതിമുഹു അപി തേ നാമ ശംസാമി, വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പ അങ്ങയുടെ നാമത്തെ ഞാൻ കീർത്തിക്കുന്നു. അപ്പൊ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു അപി തേ നാമ ശംസാമി എന്ന് പറയുമ്പോൾ ശ്രേയസ്കരങ്ങളാണ് എന്നറിഞ്ഞ, വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പ അങ്ങയുടെ നാമത്തെ ഞാൻ കീർത്തിക്കുന്നു. ശംസാമി എന്നാണ് ക്രിയ. അപ്പോൾ കർത്താവ് അഹം എന്ന് അണ്ടർസ്റ്റുഡാണ്. അഹം ശംസാമി, ഞാൻ കീർത്തിക്കുന്നു. അപ്പോൾ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു അപി തേ നാമ ശംസാമി, ഗുരുവായൂരപ്പ ശ്രേയസ്കരങ്ങളാണ് എന്നറിഞ്ഞ് വീണ്ടും വീണ്ടും അങ്ങയുടെ നാമത്തെ ഞാൻ കീർത്തിക്കുന്നു. പിന്നെ അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതിം എന്ന് പറയുന്ന ശ്ലോകത്തിലാണ്. അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതിം എന്ന് പറയുമ്പോൾ ഈ 3 ലോകങ്ങളുടെയും മുകളിൽ ശോഭിക്കുന്നതായ ആ വൈകുണ്ഠ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനും, വിരചിത വസതി എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്നവനും. അപ്പോൾ അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതി എന്ന് പറയുമ്പോൾ ഈ 3 ലോകങ്ങളുടെയും ഊർധ്വം മുകളിലായി ശോഭിക്കുന്നതായ ആ വൈകുണ്ഠ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനും. തത്ര വൈകുണ്ഠലോകേ വിരചിത വസതി എന്ന് പറയുമ്പോൾ ആ വൈകുണ്ഠ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനും. അപ്പോൾ അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതി എന്ന് പറയുമ്പോൾ ഈ 3 ലോകങ്ങളുടെയും മുകളിൽ വിഭ്രാജമാന എന്ന് പറയുമ്പോൾ ശോഭിക്കുന്നതായ ആ വൈകുണ്ഠ ലോകത്തിൽ വിരചിത വസതി സ്ഥിതി ചെയ്യുന്നവനും അവസാനമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയവനുമായ തം ത്വാം, ഗുരുവായൂരപ്പ ആ അങ്ങയെ, തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി, തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി എന്ന് പറയുമ്പോൾ ആ അങ്ങയെ ഗുരുവായൂരപ്പ പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതി തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി എന്ന് പറയുമ്പോൾ ഈ 3 ലോകങ്ങളുടെയും മുകളിൽ ശോഭിക്കുന്നതായ വൈകുണ്ഠ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനും അവസാനമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയവനും ആയ തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി, ആ അങ്ങയെ പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. അവിടെയും സംസ്തൗമി എന്ന് പറയുമ്പോൾ അഹം കർത്താവ് അണ്ടർസ്റ്റുഡ്, അഹം സംസ്തൗമി ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതിം തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി. ഈ 3 ലോകങ്ങളുടെയും മുകളിൽ ശോഭിക്കുന്നതായ
തത്ര വൈകുണ്ഠലോകേ, ആ വൈകുണ്ഠലോകത്തിൽ വിരചിത വസതി സ്ഥിതി ചെയ്യുന്നവനും അവസാനമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയവനും ആയ തം ത്വാം ഗുരുവായൂരപ്പ, ആ അങ്ങയെ നാനാവിധ നുതിവചനൈഹി സംസ്തൗമി, പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. ദേവ വിഷ്ണു ജാത ജായമാന അപി ത്വന്മഹിംന അവസാനം നോ സമധിഗത, അല്ലയോ പ്രകാശസ്വരൂപിയായ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു ഗുരുവായൂരപ്പ, ഇതുവരെ ജനിച്ചവനും ഇനി ജനിക്കുന്നവനും ത്വന്മഹിംന അവസാനം നോ സമധിഗത, അങ്ങയുടെ മാഹാത്മ്യത്തിന്റെ അവസാനം അറിഞ്ഞിട്ടില്ല. ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹു അപി തേ നാമ ശംസാമി, ശ്രേയസ്കരങ്ങളാണ് എന്നറിഞ്ഞ് ഗുരുവായൂരപ്പ വീണ്ടും വീണ്ടും അങ്ങയുടെ നാമത്തെ ഞാൻ കീർത്തിക്കുന്നു. അസ്യ ലോകത്രയസ്യ അപി ഊർധ്വം വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകേ വിരചിത വസതിം തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി. ഈ 3 ലോകങ്ങളുടെയും മുകളിൽ ശോഭിക്കുന്നതായ തത്ര വൈകുണ്ഠലോകേ, ആ വൈകുണ്ഠലോകത്തിൽ വിരചിത വസതിം സ്ഥിതി ചെയ്യുന്നവനും അവസാനമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയവനും ആയ തം ത്വാം, ആ അങ്ങയെ. അപ്പോ 3 ലോകങ്ങളുടെയും മുകളിൽ ശോഭിക്കുന്നതായ വൈകുണ്ഠ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനും അവസാനമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയവനും ആയ ആ അങ്ങയെ നാനാവിധ നുതിവചനൈഹി സംസ്തൗമി. തം ത്വാം നാനാവിധ നുതിവചനൈഹി സംസ്തൗമി, ആ അങ്ങയെ ഗുരുവായൂരപ്പ പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു.